നമസ്കാരം. ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒന്നായിരുന്നു ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ നടത്തിയ പ്രസംഗം. എന്നാൽ ഒരു വിഭാഗം പ്രതിനിധികളാകട്ടെ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താനാണ് ആദ്യം മുതലേ ശ്രമം നടത്തിയിരുന്നത്. അവർ വല്ലാതെ കൂക്ക് വിളിക്കുന്നുണ്ടായിരുന്നു നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിനിടെ. കൂടാതെ മറ്റ് കുറേ രാജ്യങ്ങളാകട്ടെ ഈ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയത് ഇറങ്ങിപ്പോകുന്നതിന് വേണ്ടി മാത്രമാണോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് ഇവരുടെ ഈ നടപടിയെ നോക്കിക്കാണേണ്ടത്. എന്നാൽ നെതന്യാഹു ആകട്ടെ തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ട് മാത്രമേ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചിരുന്നുള്ളൂ. കൂടാതെ ഗാസ അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന വലിയ ലൗഡ് സ്പീക്കറുകളിലൂടെ ഈ പ്രസംഗം സംപ്രേഷണം ചെയ്യാനുള്ള ഏർപ്പാടും ഇസ്രായേൽ സർക്കാർ ചെയ്തിരുന്നു. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്, ഗാസയിലുള്ള മുഴുവൻ പേരുടെയും ഫോണുകൾ അതിൻ്റെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരുന്നുവെന്നും അതിലൂടെ അവർക്കെല്ലാവർക്കും മൊബൈൽ ഫോണിലൂടെ തത്സമയം ഈ പ്രസംഗം കേൾക്കാൻ കഴിഞ്ഞു എന്നുമാണ്. നെതന്യാഹു ലോക നേതാക്കളോട് പറഞ്ഞത് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾ ജൂതന്മാരെ കൊലയ്ക്ക് കൊടുക്കുകയാണ് എന്നാണ്. എന്നാൽ ഞങ്ങളിതിന് കീഴടങ്ങുകയില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി തന്നെ പ്രഖ്യാപിച്ചു. ഞങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ല, ഞങ്ങൾ പോരാടി തന്നെ മുന്നോട്ട് പോകും എന്നാണ് നെതന്യാഹു പ്രഖ്യാപിച്ചത്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നേരെയൊക്കെ തന്നെ വളരെ ശക്തമായ ഭാഷയിലുള്ള വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. നിങ്ങൾ തീവ്രവാദത്തെ, ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് നെതന്യാഹു പറഞ്ഞത്. അദ്ദേഹം ഉയർത്തിയ മറ്റൊരു പ്രധാന വിമർശനം, ഹമാസ് ഇപ്പോൾ തന്നെ കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും അവരിൽ ജൂതവിരോധം കുത്തിവയ്ക്കാനും അങ്ങനെ ഭാവിയിൽ വളർന്ന് വലുതാകുമ്പോൾ ജൂതന്മാർക്കെതിരെ യുദ്ധം നയിക്കാനുമൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടിയാണോ നിങ്ങളൊരു രാഷ്ട്രം നിർമ്മിക്കുന്നതെന്ന് നെതന്യാഹു ചോദിച്ചു. മാത്രമല്ല നെതന്യാഹു വേറൊരു വലിയൊരു ഉദാഹരണം കൂടെ പറഞ്ഞിരുന്നു. ജെറുസലേമിൽ നിന്ന് 1 മൈൽ അകലെയുള്ള ഒരു സ്ഥലത്ത് ഈ തീവ്രവാദികൾക്ക് വേണ്ടി നിങ്ങളൊരു രാജ്യം, ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് അൽ-ഖ്വയ്ദയെ അമേരിക്കയിൽ ഭീകരാക്രമണം നടത്തിയതിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു രാഷ്ട്രം സ്ഥാപിക്കാൻ നിങ്ങൾ ഉപദേശിക്കുന്നത് പോലെയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഇത് രണ്ടും ഒരുപോലെ തന്നെയാണ്. തീവ്രവാദ സംഘടനകളെ ഒരു കാരണവശാലും ഞങ്ങൾ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള അസന്നിഗ്ധമായ പ്രഖ്യാപനം തന്നെയായി മാറിയിരുന്നു നെതന്യാഹുവിൻ്റെ ഐക്യരാഷ്ട്രസഭയിലെ പ്രസംഗം. അദ്ദേഹം ഓരോ രാജ്യത്തെയും പേരെടുത്ത് പറഞ്ഞത് തന്നെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചിരുന്നു. തങ്ങൾ സർവ്വശക്തി ഉപയോഗിച്ച് തന്നെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നേരിടുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. കൂടാതെ അദ്ദേഹം പാശ്ചാത്യ രാജ്യങ്ങളിൽ നൽകിയ മറ്റു വലിയ സന്ദേശം, നിങ്ങൾ ജിഹാദികൾക്ക് മുന്നിൽ, ജിഹാദി ശക്തികൾക്ക് മുന്നിൽ കീഴടങ്ങാൻ പോവുകയാണ്, താമസിയാതെ നിങ്ങളുടെയൊക്കെ തന്നെ നിയന്ത്രണം അവരേറ്റെടുക്കും എന്നുള്ള ഉറപ്പാണ്, നിങ്ങൾ ഇക്കാര്യത്തിൽ കരുതിയിരിക്കുക, ഞങ്ങളേതായാലും അവർക്കെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ തന്നെയാണ്, അതുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും, പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങൾ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. ഇസ്രായേലിൻ്റെ പതനം ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ രക്തം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം മാധ്യമങ്ങളെയും ജൂത വിരുദ്ധ പ്രസ്ഥാനങ്ങളെയും ഒക്കെ തന്നെ നിലയ്ക്ക് നിർത്താൻ ഇസ്രായേലിന് അറിയാം എന്ന് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിക്കുകയായിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് ശേഷം പലപ്പോഴും പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ നെതന്യാഹു ഐക്യരാഷ്ട്രസഭയ്ക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. നെതന്യാഹു പറയുമായിരുന്നത്, ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിൻ്റെ പല പ്രസംഗങ്ങളും കേട്ടാൽ ഇത് ഹമാസിൻ്റെ ആളാണോ പ്രസംഗിക്കുന്നത് സംശയം തോന്നിപ്പോകുമെന്നായിരുന്നു. അതിൻ്റെ എല്ലാവിധ പ്രതിഷേധവും അദ്ദേഹം കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്ര പൊതുസഭയിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്തിരുന്നു. ഗാസയിലെ ഫലസ്തീനികളെ അഭിസംബോധന ചെയ്ത് നെതന്യാഹു പറഞ്ഞത്, ബന്ദികളുടെ തിരിച്ചുവരവ്, ഹമാസിൻ്റെ നിരായുധീകരണം, ഗാസയുടെ സൈനികവൽക്കരണം എന്നിവയിലൂടെ യുദ്ധം ഉടനടി അവസാനിപ്പിക്കാൻ കഴിയും എന്നാണ്. തൻ്റെ പ്രസംഗത്തിലുടനീളം അദ്ദേഹം പലപ്പോഴും അന്താരാഷ്ട്ര വേദികളിലെത്തുമ്പോൾ സംഭവിക്കാറുള്ളത് പോലെ തന്നെ എൻ്റെ കയ്യിൽ വലിയൊരു പ്ലക്കാർഡ്, ദ കഴ്സ് എന്നെഴുതിയ, അതായത് ശാപം എന്നെഴുതിയ വലിയ ഒരു പ്ലക്കാർഡ് കൂടി പിടിച്ചുകൊണ്ട് നിന്നാണ് നെതന്യാഹു പ്രസംഗിച്ചത്. ഏതായാലും നെതന്യാഹുവിൻ്റെ പ്രസംഗം ഗാസയിലെ എല്ലാ ജനങ്ങളും കേട്ടിരുന്നു. തങ്ങളുടെ നിലപാട് എന്താണ് എന്നുള്ളത് കൃത്യമായി തന്നെ വ്യക്തമാക്കാൻ നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിലൂടെ കഴിഞ്ഞു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത്. തനിക്ക് പറയാനുള്ളത്, തൻ്റെ രാജ്യത്തിൻ്റെ നിലപാട് തീവ്രവാദത്തിനെതിരെ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതവിദ്വേഷത്തിനെതിരെയൊക്കെ ഉള്ള തങ്ങളുടെ നിലപാട് വളരെ ശക്തമായ ഭാഷയിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയിട്ട് തന്നെയാണ് വേദി വിട്ടുപോയത്. പ്രതിഷേധങ്ങളെയും കൂക്കുവിളികളെയും അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കിനെയും ഒക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ തൻ്റെ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചത്. മാത്രമല്ല, ആഗോള തീവ്രവാദ സംഘടനകളെയൊക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ ആ വിജയഗാഥയും അദ്ദേഹം അവിടെ വിവരിച്ചു. ഹസൻ നസ്രുള്ളയെയും അതുപോലെ യാഹ്യ സിൻവറിനെയും ഉൾപ്പെടെയുള്ള ഭീകര നേതാക്കളെ ഇസ്രായേലിന് വധിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു അഭിമാനം നേട്ടമായിട്ട് തന്നെയാണ് നെതന്യാഹു ഐക്യരാഷ്ട്രസഭയിൽ പ്രഖ്യാപിച്ചത്. ഇത്തരത്തിലുള്ള ഈ ഭീകര സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണോ, അതെങ്കിൽ ഇവർക്ക് പ്രത്യേക ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണോ നിങ്ങൾ ഈ ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഇങ്ങനെ പിന്തുണയുമായി എത്തുന്നത് എന്ന് അദ്ദേഹം പലവട്ടം ബ്രിട്ടനോടും ഫ്രാൻസിനോടുമൊക്കെ തന്നെ പ്രസംഗത്തിലുടനീളം ചോദിച്ചിരുന്നു. ഏതായാലും നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം
തനിക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞ് ലോകത്തിന് മുന്നിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ ഇതൊരു അവസരമായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.